ഏവർക്കും സ്വാഗതം എസ്തെറ്റിക് ലൈഫിലേക്ക്. ഇന്ന് എത്തിയിട്ടുള്ളത് സന്ധ്യ വിക്രമിന്റെ അടുത്താണ്, ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ എന്നും നാച്ചുറൽ പ്രോഡക്ട്സുമായിട്ടാണ് ചേച്ചി വരാറ്. അപ്പോൾ ഇന്നും ചേച്ചി എത്തിയിട്ടുണ്ട്. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത്? നമ്മൾ എല്ലാ ദിവസവും എന്താണ് കുറച്ച് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങള്, അല്ലാതെ നമ്മൾ പാർലറിൽ വന്നാലും കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു പാർലറൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് നടക്കണേന്ന് നിങ്ങളും കൂടെ അറിയണം. അതെ. അപ്പോൾ ഞാൻ ഇന്ന് അനീഷയ്ക്ക് തരാൻ പോകുന്ന ഒരു പെഡിക്യൂറാണ്. നമ്മുടെ ഇവിടെ നോർമലി ഉള്ള ഒരു പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രമല്ല ചേച്ചിക്ക് അറിവുള്ളത്. ഇവിടെ പാർലർ സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. കരമനയാണ് ചേച്ചിയുടെ പാർലർ, നന്ദിലത്ത് ജിമാർട്ടിന്റെ അടുത്താണ്. അപ്പൊ പാർലറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്ന് ചേച്ചി പോകുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെഡിക്യൂർ ആണ് അല്ലേ? അതെ, കാല് റെഡിയല്ലേ? അതെ, എന്റെ കാല് റെഡിയാണ്. പെഡിക്യൂർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ? എപ്പോഴും നമുക്ക് കാലെന്ന് പറയുന്നത് വളരെ പാദസംരക്ഷണം എന്ന് പറയുന്നത് വളരെ വൃത്തിയായി നമ്മളെ കാലിൽ നോക്കിയാൽ അറിയാം നമ്മുടെ സ്വഭാവം എന്ന് പറയും. അപ്പൊ പെഡിക്യൂർ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അത് എങ്ങനെ നന്നായിട്ട് നമ്മുടെ സന്ധ്യ ചേച്ചി നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഇന്ന് എസ്തെറ്റിക് ലൈഫിന്റെ നമ്മുടെ ഒരു പെഡിക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡിക്യൂർ സ്പായുണ്ട്, അല്ലാതെ കൊറിയൻ പെഡിക്യൂർ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നമ്മളൊരു നോർമൽ പെഡിക്യൂർ എങ്ങനെ ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രോസസ്സിങ് വന്നിട്ട് നോർമലി തന്നെ ഒരു 1.5 മണിക്കൂർ എബോ പോകുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നോർമൽ പെഡിക്യൂറിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി ചേച്ചി പറഞ്ഞതുപോലെ പല രീതിയിലുള്ള പെഡിക്യൂർ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അത് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഇന്ന് ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായും സന്ധ്യ ചേച്ചിയുടെ അടുത്ത് വരിക. ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ആ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം നിറയ്ക്കുന്ന ചൂടുവെള്ളം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരുന്നാലും നിങ്ങൾക്കത് വീട്ടിൽ അത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അളവ് നമ്മൾ കൂടെ കുറേയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അളവേ പറഞ്ഞു തരാത്തത്. ഇത് ശരിക്കും പാർലറിൽ വന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ്. യൂസ് ചെയ്യുന്നത് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ്, പിന്നെ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡെറ്റോള്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ അളവ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവര് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമായിട്ട് വരും. ഓക്കെ, ഇത് ലാസ്റ്റ് ഇട്ടത് അലോവേര ജെല്ലാണോ? അല്ല, ഷാംപൂ ആണ്. അലോവേര ഷാംപൂ ആണ്. നോർമലി ജെന്റ്സ് അങ്ങനെ പെഡിക്യൂർ പ്രിഫർ ചെയ്യാറില്ല. സത്യം പറഞ്ഞ് ഇവിടെ വരുന്ന ബ്രൈഡ്സിന്റെ കൂടെ ജെന്റ്സ് വരുമല്ലോ, അപ്പോൾ ഞാൻ എപ്പോഴും വരും ഗ്രൂമിന്റെ അടുത്ത് ആദ്യം പെഡിക്യൂർ ചെയ്യണം, സ്ട്രെസ് ഒന്ന് മാറിക്കിട്ടാൻ. ശരിക്കും പറഞ്ഞ ഇപ്പൊ അഡിക്റ്റ് ആണ് അവരെല്ലാവരും. മന്ത്ലി എന്തായാലും ഒരു പ്രാവശ്യം വരാതിരിക്കത്തില്ല. അതെ അല്ലേ? അപ്പം ആണുങ്ങൾക്കും ഇത് ചെയ്യാം. അതെ, പെഡിക്യൂർ ഏറ്റവും കൂടുതൽ ആവശ്യം ആണുങ്ങൾക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ നിന്നുള്ള ജോലിയാണ്, എല്ലാം ആണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ മെന്റലി നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഫ്രീ ആയിട്ടിരിക്കണം, നല്ല റിലാക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെഡിക്യൂർ ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആണുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം. എന്നിട്ട് ഇതെന്തിനാണ്? കാലില് കുറച്ച് അതിന്റെ ഇതൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ അകത്തുള്ള ആ സംഭവങ്ങളെല്ലാം ഒന്ന് കാലിൽ പിടിച്ച് നമ്മുടെ ആദ്യമേ ഉള്ള ഡെഡ് സ്കിൻ, അതായത് നമ്മുടെ ഫേസിന് ക്ലെൻസിങ് പോലെ. ഓക്കെ, കാലിനാകുമ്പോ കുറച്ചുകൂടി പ്രിപ്പയർ ആയി വരണം നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. കാലിന്റെ അഴുക്ക് പോലെ നമ്മൾ കൊണ്ടുവരുന്ന ആ കാലം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഇതിപ്പോ നമ്മൾ നല്ല അഴുക്കുള്ള കാലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലെൻസ് ചെയ്തിട്ട്
ഡബിൾ ക്ലെൻസിങ് എന്ന് പറയത്തില്ലേ, അതുപോലെ വീണ്ടും ഒന്നും കൂടെ ചെയ്യും. ഇതിപ്പോ ക്ലെൻസിങ് ആയി, ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ക്യൂട്ടിക്കിൾ നമ്മൾ ചുറ്റിനുള്ള അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്യൂട്ടിക്കിൾ ഇത് ക്രീം ഇടും, ക്യൂട്ടിക്കിൾ ക്രീം ഇടും. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നിട്ട് 5-10 മിനിറ്റ് വെച്ചിരുന്നിട്ട് അത് ഡിപ്പെൻസ് അവരുടെ ഡെഡ് സെൽസ് ഒക്കെ ഉള്ളതുപോലെ വച്ചിരുന്നിട്ട് പിന്നെ ഒന്നും കൂടെ ക്ലെൻസ് ചെയ്യുക, സ്ക്രബിങ് ചെയ്യുക, അങ്ങനത്തെ പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ മുഖത്ത് ചെയ്യും പോലെ തന്നെയാണ്. ഈ പെഡിക്യൂർ ചെയ്ത ടാൻ മാറുമോ? ടാനിന്റെ നമ്മൾ ലാസ്റ്റ് ഒരു പാക്ക് ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ നോർമൽ പെഡിക്യൂറിനും പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ബാക്കിയുള്ള പാർലറുകളിൽ അങ്ങനെ ഇടാറില്ല. ഞാനും പോയി പാർലറിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഇട്ട് തരാറില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ടാൻ ഉള്ള ആൾക്കാർക്ക് ടാനിന്റെ പാക്ക് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത് എല്ലാം ഡിപ്പെൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ടാൻ ഇല്ലാന്ന് വെച്ചാൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല, ബ്ലീച്ച് ഇട്ട് കൊടുത്താലും മതി. അറ്റ് എ ടൈം റിസൾട്ടിനാണെങ്കിൽ ബ്ലീച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവര് പറയാണ് അത്യാവശ്യം അവർക്ക് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്. എല്ലാവരും ഞാനെക്കാലം നോക്കുന്ന ആൾക്കാരാണ്. അപ്പം അത്യാവശ്യം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് അവർക്ക് ആ ഒരു രീതിയിൽ പോണോന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. കൂടുതലും നമ്മൾ ടാൻ പാക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അവരുടെ അടുത്ത് ചോദിക്കും നമ്മള് എത്ര പ്രാവശ്യമായി പെഡിക്യൂർ, മന്ത്ലി വൺസ് ആണോ 2 ദിവസം അങ്ങനെ വന്നിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പാക്കൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രൈനെസ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പാക്ക് കൊടുക്കും. അല്ലാതെ ഈ ഡാൻസിനൊക്കെ പോകുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടുതലും ഈ നിന്നിട്ടുള്ളതും നല്ല ക്രാക്ക് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അവർ അത്രയും പ്രഷർ കൊടുക്കുന്നത് കൊണ്ട്. അങ്ങനെയുള്ളവർക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ റിലാക്സേഷൻ മസാജ് കൊടുത്തിട്ട് ഈ മസാജിങ് ക്രീം വെച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ലേ, എല്ലാം ശരിക്കും പറഞ്ഞാൽ ക്ലയൻസിന്റെ ഒരു ഡിപ്പെൻസ് ക്ലയൻസിന്റെ രീതി അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതിലെ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഹരിബറി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ മസാജ് ഒക്കെ ഇച്ചിരി കുറച്ച്. ഞാനിത് പറയുന്ന എന്താന്ന് പറഞ്ഞാൽ മിക്കവാറും പെഡിക്യൂർ ചെയ്യാൻ വരുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ 1 മണിക്കൂറിൽ പോണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. കുഴിനഖമുള്ളവർക്കൊക്കെ പെഡിക്യൂർ ചെയ്യാവോ? ഉറപ്പായിട്ടും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം നോക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടോ. ഇപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുത്ത് കുറച്ച് പതുക്കെയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഈ മെറ്റലിലുള്ള സാധനങ്ങളൊന്നും അവർക്ക് കൊള്ളാതെയും മുറിയാതെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെറ്റോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ പോലും മുറിവുകളൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ എല്ലാ പാർലറുകാരും അത് സൂക്ഷിക്കണം എന്നാണ്. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്നുള്ള ഒരാള് ഇത് ചോദിച്ചത് നന്നായി. എന്തായാലും ഒരാൾക്ക് ഷുഗർ ആയിരുന്നു, അവർക്ക് ഇതുപോലെ പാർലറിൽ പോയിട്ട് നെയിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സർജറിക്ക് സജസ്റ്റ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നെയിൽ കട്ട് ചെയ്തതാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ് അത്. പ്രത്യേകിച്ച് അമ്മമാരും കൂടെ ആവുമ്പോഴത്തേക്കും ഇച്ചിരി ഏജ് ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ അവർക്ക് ഷുഗർ ആയിരുന്നു, അവസാനം മുറിഞ്ഞിട്ട് നന്നായിട്ട് പഴുത്ത് അങ്ങനെയൊക്കെ. അപ്പൊ അവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. പിന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാൻ ഇന്ന പാർലറിൽ പോയി ഇങ്ങനെ പറ്റി, അയ്യോ പെഡിക്യൂർന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഇത് സ്ക്രബ് അല്ലേ ഇടുന്നത്? അടുത്തത് സ്ക്രബാ. ഈ പെഡിക്യൂർ ചെയ്ത ക്രാക്ഡ് ഹീൽസ് മാറുമോ? നമ്മള് പെഡിക്യൂർ എന്ന് മാത്രമേ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഞാൻ പറയത്തില്ല എപ്പോഴും മറ്റേ സ്റ്റോൺ യൂസ് ചെയ്തിട്ട് കുളിക്കാൻ നേരത്ത് എപ്പോഴും ചെയ്യണം എന്നുള്ളത്. കാരണം ക്രാക്ക് വൺസ് വരുന്നത് 2-3 കാര്യങ്ങളും ഉണ്ട്. നമ്മള് ചെരുപ്പ് ഇട്ട് നടന്നാലും ഇടാതെ നടന്നിരുന്നാലും കൂടുതലും
നമ്മളിത് ഉരച്ച് കളയാത്തതിന്റെ ഡെഡ് സെൽസ് പോകാത്തതിന്റെ ഒരു പ്രശ്നം വരും. പുതിയ 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 സെൽസ് വന്നിട്ട് പുതിയ പുതിയ സെൽസ് വരാതെ ഡെഡ് സെൽസ് ആയിട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഇത് കട്ടി കൂടുന്നത്. കട്ടി കൂടുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. അങ്ങനെ ഒരു സംഭവം വരുന്നത്. അല്ലാതെയാണെന്നുണ്ടെങ്കിൽ തടി വെക്കുമ്പോ കുറച്ച് തടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ക്രാക്ക് വരാറുണ്ട്. നല്ല വൂണ്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെഡിക്യൂർ ചെയ്യരുത്. കുറച്ച് വൂണ്ടായിട്ട് ഇരിക്കുന്ന സമയത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ഫുൾ അതിൻ്റെ അകത്തായിരിക്കും പോകുന്നത്. അപ്പോഴും നമ്മൾ ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ മുറിവിനുള്ള മരുന്ന് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ പെഡിക്യൂർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ക്രാക്ക് വരുന്നതിന് മുമ്പോ വന്നതിന് ശേഷമോ വൂണ്ടെല്ലാം മാറിയതിന് ശേഷം ഇതുപോലെ ഒരു പെഡിക്യൂർ ഒക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഇതങ്ങ് ഒരു നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് അങ്ങ് വെച്ചേക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ പെഡിക്യൂർ ഏറ്റവും നല്ലൊരു സംഭവമാണ്. അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ നിർബന്ധിച്ചിട്ടൊക്കെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും വരാറുമുണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആണ്. എനിക്കൊക്കെ ടെൻഷൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഫേഷ്യലോ ഹെയർ കട്ടോ ഒന്നുമല്ല, ആദ്യം ഇതാണ് ചെയ്യുന്നത്. പെഡിക്യൂർ നമുക്ക് വീട്ടിൽ പെഡിക്യൂർ ചെയ്യുന്നത് നല്ലതാണ്. അതെ, വീട്ടില് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഷാമ്പു, നോർമൽ ഷാമ്പു ഇല്ലെങ്കിൽ പെഡിക്യൂറിന്റെ ഷാമ്പു വാങ്ങുക, നമ്മുടെ ലെമൺ യൂസ് ചെയ്യുക, അതില് സാൾട്ട് ഇടുക. ബാത്തിങ് സാൾട്ട് വാങ്ങാൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സാൾട്ട് കല്ലുപ്പ് ഇടുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് യൂസ് ചെയ്യും. ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് യൂസ് ചെയ്യും. നമ്മുടെ ചൂടുവെള്ളത്തിനകത്ത് ചെറിയൊരു ഡബിനകത്ത് കാല് മുക്കി വെക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് വേണം അടുത്ത വെള്ളത്തിൽ വേണം കാല് മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് സോൾട്ട് ഇടുക, ലെമൺ പിഴിഞ്ഞൊഴിക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് മുക്കി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് തിളപ്പിക്കുന്ന വെള്ളത്തിൽ കാല് മുക്കി വെക്കുക. അപ്പൊ കുറച്ചുകൂടെ ക്ലീൻ ആവും. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ബബിൾസ് ഉണ്ട്, ഇത് പോവാനുള്ള ഒരു സൗകര്യമുണ്ട്, തിരിച്ച് ആ വെള്ളം വരുന്നുണ്ട്, അങ്ങനെ പോകാനുള്ളൊരു സൗകര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ അവിടെ ആവുമ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ ആ ഒരു അഴുക്ക് തന്നെ പിന്നെയും പിന്നെയും നമ്മുടെ ഇതിലോട്ട് പോവും. അപ്പം അങ്ങനെ കുറച്ചുകൂടെ സൂക്ഷിക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയിൽ കൂടെയാണ് പകുതി അസുഖങ്ങളും വരുന്നത്. പിന്നീട് നമുക്ക് ആ ഒരു ചില ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ഈ നഖത്തിന്റെ ഇടയിൽ ഫംഗസ് വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് 2-3 കാരണങ്ങളുണ്ട്. നമ്മൾ ഈ നെയിൽ പോളിഷ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇളക്കാതിരിക്കും. അതിൻ്റെ അകത്ത് ഫുള്ള് നമ്മളെ മണ്ണും പൊടിയും എല്ലാം ആയിട്ടുണ്ടാകും. നെയിൽ പോളിഷിന്റെ ഇതെന്ന് പറഞ്ഞാൽ വെള്ളം അകത്തോട്ട് ഇറങ്ങത്തില്ല. ഇപ്പൊ നമ്മള് കുറെ നാൾ അങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ കുളിക്കാൻ നേരത്ത് വെള്ളം നനയും. ആ സമയത്താണ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട്, അഴുക്കും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഫംഗസ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ സൂക്ഷിക്കുക. നെയിൽ പോളിഷ് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ചെയ്യാൻ സമയം കൊടുക്കുക. അതുപോലെ ഈ മോയ്സ്ചറൈസർ ഇട്ട് രാത്രി കിടക്കുക, ഒന്ന് കവറപ്പ് ചെയ്തിട്ട്, ഇപ്പോ ഇത് ഉണ്ടല്ലോ സോക്സ് പോലെയുണ്ട്, സിലിക്കൺ സോക്സ് പോലെയൊക്കെ ഉണ്ട്. അത് പാദ സംരക്ഷണത്തിന് എത്രത്തോളം നല്ലതാണ്? നല്ലതാ. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പം AC-യിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ സാധനം ചെയ്യണം. കാരണം AC നമ്മുടെ കാലിലടിക്കുന്നുണ്ട്, പെട്ടെന്ന് ഡ്രൈനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ സോക്സ് യൂസ് ചെയ്യുന്നത് നല്ലതാ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആവണക്കെണ്ണ തേച്ചിട്ട് മോയ്സ്ചറൈസിംഗ് ക്രീം ഈ പാദത്തിന് വേണ്ടി സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യാണ്, ഞാൻ എല്ലാം നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആവണക്കെണ്ണ നല്ലതാണ്. പിന്നെ നമ്മുടെ ഒലിവ് ഓയില് അത് നല്ലതാണ്. അപ്പൊ ഒന്ന് മസാജ് ചെയ്തിട്ടും കൂടെ, അതായത് നമ്മുടെ ആൽമണ്ട് ഓയിൽ നല്ലതാ. നമ്മുടെ ഒലിവ് ഓയിലും ഇതുമൊക്കെ നമുക്ക് കുറച്ചുകൂടെ ചൂടും കൂടെ തരും. അപ്പം പിന്നെ നമ്മുടെ എന്തോന്ന് ക്ലോവ് ഇട്ടിട്ട്, ഒലിവ് ഓയിൽ ക്ലോവ് ഇട്ടിട്ട് അതൊന്ന് മസാജ് ചെയ്തിരുന്നാലും, ആവണക്കെണ്ണയിൽ മസാജ് ചെയ്തിരുന്നാലും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഈ പാദത്തിന്റെ അടിയിൽ മാത്രമല്ല മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ പുറത്തും മസാജ് ചെയ്യണം. നെയിൽസിന്റെ പുറത്തും ഒന്ന് പ്രസ് ചെയ്ത് മസാജ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആണ്. അപ്പൊ മസാജില് അങ്ങനെയും
കുറച്ച് ടെക്നിക്കുകളുണ്ട്. മസാജിങ് ആണ് അല്ലേ? മസാജിങ്. ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണോ മസാജ് ചെയ്യുന്നത്? മസാജിങ് ക്രീം തന്നെയാണ്. ഇതിപ്പം അനീഷയ്ക്ക് പോയിരിക്കുന്ന ഫുള്ള് ഒരേ കമ്പനിയുടെ സാധനങ്ങളാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിപ്പെൻസ് ആൾക്കാരുടെ രീതികളും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്രീമും എല്ലാം കൊടുക്കുന്നത്, നറിഷ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ. പിന്നെ ഈ മസാജ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആവും. അപ്പം മനസ്സിലാവും, നമ്മൾ കാല് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തല വരെ റിലാക്സേഷൻ കിട്ടുന്നതാണ്. നല്ലതായിട്ടൊരു ഉറക്കം പോലെ വരുന്നുണ്ട്. അതെ. അപ്പോ ആലോചിച്ച് നോക്കിയാണ്, നമ്മളൊരു 1.5 മണിക്കൂർ ഒരു 2 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതെ, തീർച്ചയായും. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരികയും ചെയ്യും. നമുക്ക് കാല് കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും വേദനകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഇപ്പൊ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ മുട്ടുവേദന ഉണ്ട്, അല്ലെങ്കിൽ കാലില് ഉപ്പൂറ്റിക്ക് നല്ല ഇച്ചിരി വേദനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിലുള്ള മസാജസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഏത് പ്രായക്കാർക്കും വന്ന് എല്ലാ പ്രായക്കാർക്കും ചെയ്യണം. ഇപ്പൊ കളിക്കുന്ന പിള്ളേരാണ്, നമ്മളിപ്പം ടീനേജ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അധികം വരാറില്ല. അവർക്ക് ഈ നെയിൽ പോളിഷ്, നെയിൽ നല്ല സംരക്ഷിച്ച് വെക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവരായിരുന്നാലും എല്ലാം ഈ അത്തലിക്കും എല്ലാം കളിക്കാനൊക്കെ പോകുന്ന പിള്ളേരാണ്. അവരും ഇത് നന്നായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു റിലാക്സേഷൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ. മസാജ് കൊടുത്തിരിക്കുന്നത് റിലാക്സേഷന്റെ മസാജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതലും സ്ട്രെസ് നമുക്ക് മാറിക്കിട്ടും ഇതുവഴി. പെഡിക്യൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലീനിങ് പ്രോസസ്സ് മാത്രമല്ല നടക്കുന്നത്. എല്ലാവരുടെയും വിചാരം ഇതാണ്, ക്ലീൻ ചെയ്യുക. ഞാനും അങ്ങനെയാണ് ഭംഗിയാക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു സംഭവം ഞാന് മറ്റേ ക്ലീനിങ്ങും കാര്യങ്ങളും അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ മസാജിങ്ങിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് ഈ രണ്ട് മെഷീനും, ഇത് മെഷീനാണ്, ഇത് നമ്മൾ കൈവച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതും സാൻഡ് പേപ്പർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഈ സാൻഡ് പേപ്പർ ഇളക്കിയിട്ട് നമുക്ക് വേറെ സാൻഡ് പേപ്പർ ഒട്ടിക്കാൻ പറ്റും. അതായത് നമ്മുടെ ചെറുതായിട്ടുണ്ടാവുന്ന ഡെഡ് സെൽസ് എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ചെറിയ സംഭവം വരെ നമ്മുടെ കാലിലിരിക്കാൻ പാടില്ല, അത്ര ഫൈനായിട്ട് മാറിക്കിട്ടാനുള്ള സാധനമാണ്. നമ്മൾ ഹീൽ പീൽ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതായത് നല്ല വൂണ്ടായിട്ട് ഇരിക്കുന്ന ക്രാക്ക് വരെ ഒരു ദിവസം കൊണ്ട് മാറ്റി കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അപ്പൊ ഈ സാധനം തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാൻഡ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. ഇത് റൂട്ട് മെഷീനാണ്. ഈ മെഷീനിൽ നമുക്ക് സാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തടിയിലൊക്കെ സാൻഡ് ചെയ്ത് അതുപോലെ അതേ പ്രോസസ്സിങ് നമ്മൾ ഇതിൽ ചെയ്തെടുക്കാൻ പോവാം. അപ്പൊ നല്ല ബേബി സോഫ്റ്റ് ആയിട്ട് നല്ല പ്ലമ്മി ആയിട്ടിരിക്കും നമ്മുടെ പാദങ്ങൾ. അപ്പൊ നല്ല ക്രാക്ക്ഡ് ഹീലുള്ളവർക്ക് വരെ വന്ന് ഇവിടുത്തെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ആ ക്രാക്ക്ഡ് ഹീൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരുപാട് പേര്, അതായത് കുറച്ച് വയസ്സായ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ചെയ്ത് നോക്കണം. അവര് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടാവും. വർഷങ്ങളായിട്ട്, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അവര് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും.
അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ക്രാക്കായിട്ട് വരുന്നു, തിരിച്ചു പോകുമ്പോ ഇങ്ങനെ ഫൈനായിട്ട് ആ കാല് നല്ല ഫൈനാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ആകെ നോക്കുന്നത് ഷുഗർ ഉണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാറുണ്ട്. വൂണ്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് മാറിയതിന് ശേഷം വരാൻ പറയും. നമ്മള് ഡിപ്പെൻസ് അവരുടെ കാലിന്റെ രീതി പോലെ ആയിരിക്കും നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ചിലവർക്ക് 2 എണ്ണം വരെ യൂസ് ചെയ്യാറുണ്ട്, ചിലവർക്ക് 3 എണ്ണം വരെ പോവാറുണ്ട്. കാരണം അത്രയ്ക്ക് കട്ടിയുള്ള ബ്ലഡ് സെൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൊടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് യൂസ് ചെയ്തത് അടുത്ത പേഴ്സൺ എന്തായാലും യൂസ് ചെയ്യത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ നോർമൽ പെഡിക്യൂറിൽ വരെ ഈ ഒരു സാധനം, ഈ സാൻഡി മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. നമുക്ക് ആ സാൻഡ് പേപ്പറിന് ഇച്ചിരി റേറ്റ് ഉണ്ട്, നമ്മളത് വാങ്ങിക്കാൻ കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പൊ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ആ വർക്കിന്റെ ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺസ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ യൂസ് ചെയ്ത് എന്നെ ചെയ്യാൻ പറയും. അതാണ് ഇതിന്റെ ഒരു ടാനിന്റെ അല്ല ബ്ലീച്ച് ആയിടുന്നത്. നമ്മൾ ഇട്ട ഒരു 20 മിനിറ്റ്. ബ്ലീച്ച് ഇടുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? ബ്ലീച്ച് കുറച്ച് ലൈറ്റനിങ്, സ്കിൻ ലൈറ്റനിങ് തരും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ ടാൻ റിമൂവലും കൂടെ ആണ്. ബ്ലീച്ച് ഇടുമ്പോഴത്തേക്കും കുറച്ച് ടാൻ റിമൂവലും കൂടെ ആണ്. ഓക്കെ, അപ്പൊ ടൈം ആയിട്ടുണ്ട്, നമുക്ക് വാഷ് ചെയ്യാം. നിഷ, നമുക്ക് അത് വാഷ് ചെയ്യുന്ന സമയം കൊണ്ട് നെയിൽ പോളിഷ് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് അതെടുക്കാം. നല്ലൊരു റെജുവിനേഷൻ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കളറിന് ഒരു മാറ്റമുണ്ട്. അനീഷ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ വലിയ ഡെഡ് സെൽസ് ഒന്നും ഇല്ലായിരുന്നു, അടിഭാഗത്തൊന്നും വലിയ ഡെഡ് സെൽസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഡ്രൈനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ആൽമണ്ട് ഓയിലോ റോസ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോ അധികം ഡ്രൈനെസ് ഒന്നുമില്ല. അപ്പൊ നമ്മള് നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, എൻ്റെ കാലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്താ പറയുക, കുറച്ച് ടാൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ബ്ലീച്ചൊക്കെ ചെയ്തപ്പോൾ കുറച്ചുകൂടി മനോഹരമായി. ആ ടാനൊക്കെ പോയി, അടിപൊളിയായി. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര റെജുവിനേഷൻ ആയിരുന്നു, ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ്. ബിക്കോസ് ആ മസാജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഫീൽ വെരി 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 ഗുഡ്. അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ തരും. അതോടൊപ്പം തന്നെ ഒരു ഉറക്കം, നല്ലൊരു സ്ലീപ്പ് ഒക്കെ കിട്ടുന്ന ഒരു തരം മസാജായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബെസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്നു പെഡിക്യൂർ. ഹിയർ ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ വിത്ത് സന്ധി ചേച്ചി. അപ്പോൾ സന്ധി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും പെഡിക്യൂറിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് മനസ്സിലാക്കണം.
അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നതും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും, പ്രത്യേകിച്ച് പെഡിക്യൂർ എന്നുള്ള ഒരു സാധനം നമുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ കൈയൊക്കെ കഴിക്കും. ഇത് ശരിക്കും പറഞ്ഞ റിലാക്സേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ വേറൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോഴേ ആ ഒരു റിലാക്സേഷനും ഒരു സുഖവും ഒക്കെ കിട്ടത്തുള്ളൂ. അതെ, എനിക്ക് ആ സുഖം കിട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറയാണ്, ഷൂട്ടും കൂടെ ഉള്ളത് കൊണ്ട് അനീഷയ്ക്ക് നേരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതെ, പല കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ പെഡിക്യൂറൊക്കെ സ്കിപ്പായി ചെയ്യാണ് ചെയ്യാറ്. അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഷൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെഡിക്യൂർ ചെയ്യാം, അതിന് അനീഷ തന്നെ ഇരുന്നാൽ മതി, നമുക്ക് വേറെ മോഡൽസിനെ ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കിന്ന് ഇത് കൂടി കിട്ടും ഇതിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ്. വളരെ നല്ലൊരു ഇതായിരുന്നു പെഡിക്യൂർ. എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ള ബ്യൂട്ടി പാർലറിൽ ഇത്രയും നന്നായിട്ട് കിട്ടുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ദ ബെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻസ്പയർ ബൈ സ്റ്റുഡിയോയിലേക്ക് വരിക. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ.